കളി സമനിലയിൽ കലാശിച്ചിരിക്കുന്നു. എന്നാലും തൃപ്തനാണ്, ആരാധകരും തൃപ്തരാണെന്ന് കരുതുന്നു. സച്ചിന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഇപ്പൊ ആരാധകരെല്ലാം വിഷ് ചെയ്യുകയാണ് സച്ചിന. ഇവാൻ മനോജിനെ കൊണ്ടുവന്ന ഇവിടെ കപ്പ് എടുക്കാം, ഉറപ്പായിട്ട് ഇവിടെ കപ്പ് എടുക്കാം. ഇത് എന്ത് കളിയാ? വായ എടുത്ത് തെറിയ വരുള്ളൂ. ഇവാൻ മനോജ് വരട്ടെ, എല്ലാം ശരിയാവും. ഓക്കെ ഗൈസ്, വെൽക്കം വെൽക്കം, നമസ്കാരം, സ്വാഗതം, വണക്കം. എന്ത് പറയാനാ, ഇന്ന് നോർത്ത് ഈസ്റ്റിനെതിരെയാണ്. ഈ മാസത്തെ ലാസ്റ്റ് ഹോം ഗെയിം ആണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടല്ലേ, ഒഡീഷനെ തകർത്തിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച വരവ്. അത് കിഷോർ മിസ് ചെയ്ത് ലാസ്റ്റ് ഗെയിം. ഓഫീസ് വർക്ക് അതാണ് റീസൺ. ഇപ്പൊ കേറാൻ പോവുകയാണ്. എന്തായാലും ക്രൗഡൊക്കെ വരുന്നതേ ഉള്ളൂ. ഭയങ്കര രസമാണ് ക്രൗഡ്. എന്തായാലും വെയിറ്റ് ആൻഡ് സീ. കിഷോർ, ഹൗസ് ദ വ്യൂ? ഇറ്റ്സ് എ ഗുഡ് വ്യൂ. കണ്ടീഷൻ ഇറ്റ്സ് ബാഡ്. ഗൈസ് കണ്ടോ വ്യൂ എങ്ങനെയുണ്ട്? ഞങ്ങൾ ടോപ്പ് സൈഡ്. യെസ്, വി ആർ VIP. Only two people are there. Only two people. No one there. ആരെയും കാണാനില്ല കേട്ടോ, ആൾക്കാർ കുറവാണ്. ഇതേ അടിയിലാണ് ഈസ്റ്റ് ഗാലറി. ഇതും ഈസ്റ്റ് ഗാലറിയുടെ ഒരു പാർട്ടാണ്, ടോപ്പ് സൈഡാന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും പ്രൊട്ടസ്റ്റ് ആണെന്നാ പറഞ്ഞു കേട്ടത്. ഇന്നും സപ്പോർട്ടിങ് ഇല്ല, നോട്ട് സപ്പോർട്ടിങ് അഗൈൻസ്റ്റ് മാനേജ്മെന്റ്. പ്രൊട്ടസ്റ്റ് ഈസ് ഗോയിങ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് മാച്ച് വാച്ച് ചെയ്യാന്ന് വിചാരിച്ചു. വി ക്യാൻ കവർ എവരിവെയർ. 360 ഡിഗ്രീസ് ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നിന്ന് ശീലമുണ്ട്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും മാച്ച് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എന്തായാലും കണ്ടറിയാം. ഇത് കണ്ടോ ഗൈസ്, കോച്ച് വരെ അസ്വസ്ഥനാണ്. അവർക്ക് തന്നെ പേടിയാവണം നമ്മുടെ പിച്ചിന്റെ അവസ്ഥ കണ്ടിട്ടെ. വെരി ബാഡ് സിറ്റുവേഷൻ. ആ ദിവ്യവണി പറ്റിച്ചിട്ട് പോയതാ. ഈ സൈഡ് ഭയങ്കര മോശമാണ്. ഈ സൈഡ് പിന്നെയും കുഴപ്പമില്ല, എന്നാലും നോർത്ത് ഈസ്റ്റിന്റെ കോച്ച് ചെക്ക് ചെയ്യണാണ് ഗ്രൗണ്ടിന്റെ സിറ്റുവേഷൻസ് ഒക്കെ. വിശിഷ്ട വ്യക്തി വന്നിട്ടുണ്ട്. ഹായ് ഹായ്. എന്ത് പറയണ്? ഇന്ന് ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-ക്കെതിരെയാണ് കളിക്കാൻ പോകുന്നത്. ജയിക്കും ഉറപ്പായിട്ട് ജയിക്കൂലേ? അടിച്ച് കേറി വരട്ടെ, സെറ്റല്ലേ? അത് തന്നെ. എന്തായാലും പ്രതീക്ഷ ജയമാണ്, ജയിക്കട്ടെ. Carefully. Oh, yes. Luna scored. Who scored? ലൂണയുടെ ഒരു ഗോള് പ്രതീക്ഷിച്ച്, പക്ഷേ അത് ഗോൾ അനുവദിച്ചില്ല. ഓൾറെഡി ഒരു വിസിലടിച്ചിട്ടുണ്ടായി, റഫറി വിസിലടിച്ചിട്ടുണ്ടായി. പക്ഷേ ഒരു കിടിലൻ ഗോളായിരുന്നു കണ്ടിരുന്നത്, പക്ഷെ ഗോളല്ല. എന്തായാലും കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളു, 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓ, അവർ അറ്റാക്കിങ് കൊള്ളാം, ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം. എന്റെ മോനെ ഒരു കാര്യം സംഭവിച്ചു. ഐബണ് റെക്കാർഡ്, അലാദിന് മന്നക്കാട്. ചെറിയ പ്രശ്നം ഉണ്ടായത്, എന്തൊരു ഉന്തുന്നള്ള ഉണ്ടായിട്ട് ഐബണ് റെക്കാർഡ്, അലാദിന് മന്നക്കാട്. പക്ഷെ റെക്കാർഡ് കൊടുക്കണമെന്ന് കൊടുക്കണ്ടായിരുന്നു, റെക്കാർഡ് കൊടുക്കണ്ടായിരുന്നു. യെല്ലോ കാർഡ് ഒതുങ്ങേണ്ട കാര്യമൊന്നും. പക്ഷെ എന്താ സംഭവിച്ചെന്ന് ക്ലിയർ ആയിട്ട് കാണാനും പറ്റിയില്ല. ഇപ്പൊ ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞിരിക്കുവാണ്. 10 പേരെ വെച്ചാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത്. 70 minutes. Almost 65 minutes.
60 മിനിറ്റോളം ഇനി കളിക്കണം അവർക്കെതിരെ 10 പേരെ വെച്ച്. എന്താ ബ്രോ റെഫറിനെ കുറിച്ച് എന്താ? റെഫറി കാശ് മേടിച്ച് Good shot. Take a shot. One for you. Business. ചിപ്സ് കളിച്ചിട്ടാണെങ്കിലും നമുക്ക് സെക്കൻഡ് ഹാഫ് സപ്പോർട്ട് ചെയ്യാം. എന്തായാലും ഹാഫ് ടൈം കഴിഞ്ഞു, സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റിൽ 0-0. ബ്ലാസ്റ്റേഴ്സ് 10 പേര് വെച്ചാണ് കളിക്കുന്നത്, അവർ 11 പേരാണ്. Let's see. Will be the best. Very tough. Very tough. Last game also okay. We had 11 members. Last game we had 11. Oh, they have 10 members, right? Yeah. Score a goal. Very tough. At least a point. Yeah. എന്തായാലും We have to win this. So in order to qualify for playoff, we have to win this. But playoff is difficult. But very difficult. still chances. There are chances. Yeah. എന്തായാലും കളി കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ ഡ്രിങ്ക്സ് ബ്രേക്ക് ആയിരിക്കുവാണ്. സ്റ്റിൽ 0-0. അച്ഛൻ എന്താണ് കളിയെ കുറിച്ച് പറയാ? ഇത്ര പെർഫോമൻസ് കളി നോർത്ത് ഈസ്റ്റ് അടിക്കോളൂ, നോർത്ത് ഈസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ നോർത്ത് ഈസ്റ്റ് ജയിക്കോളൂ എനിക്കറിയാം. എന്ത് കോപ്പിലെ കളിയാ കളിക്കണേ. ഇവരത് ഫുഡ് കഴിക്കാനില്ല, ഏതുനേരം തള്ളമ്പോ പുഷിയാണ്. ബ്രോയും മന്നപ്പടയോടൊപ്പം പ്രതിഷേധമാണ് മാനേജ്മെന്റിനെതിരെ. ഞാനല്ലാതെ സപ്പോർട്ടാ. ആണോ? അങ്ങനെയൊന്നും ഇല്ല, ആരെങ്കിലും ജയിക്കട്ടെ, നമ്മക്ക് എന്ത് ഭ്രാന്താവുണ്ട്. ഇത് വീട്ടിൽ പോയി വല്ല ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാനാവുന്ന എന്താ കളി കളിക്കണ. പക്ഷേ 10 പേരല്ലേ ഉള്ളൂ, അവര് 11 പേരുണ്ട്. അവര് സ്ട്രോങ് ടീമാണ്. 10 പേരാണെങ്കിൽ നമ്മളെ യുവാൻ മനോജിനെ കൊണ്ടുവന്ന ഏറ്റവും ബെറ്റർ. ഒരു കൊമ്പനാണെങ്കിൽ ആനയുടെ കൊമ്പിട്ട് കുത്തണം. കൊള്ളാം. എന്തായാലും യുവാൻ മനോജ് വരും, എല്ലാം ശരിയാകും. യുവാൻ മനോജ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പൈസ ഇല്ലെന്ന് പറയണ്ട. ഈ നല്ല ഈ പ്ലെയറൊക്കെ രാജിവെച്ചിട്ട് മെസ്സി, റൊണാൾഡോ, നെയ്മർ അങ്ങനെയുള്ള ആൾക്കാരിനൊക്കെ കൊണ്ടുവന്നല്ലേ ചുമ്മാ മൂഡ് പൊളി മൂടാവും. പൊളി മൂട്. കളി കഴിഞ്ഞിരിക്കുന്നു. ഫുൾ ടൈം. പെനാൽറ്റി ഉണ്ടോ? കളി സമനിലയിൽ കലാശിച്ചിരിക്കുന്നു. എന്നാലും തൃപ്തനാണ്, ആരാധകരും തൃപ്തരാണെന്ന് കരുതുന്നു. You satisfied? This result? Not satisfied, but okay. This is the result which we want to get, because after receiving the red card in the first 20 of the minute, it is the one thing which we expect. Yeah, okay, it's fine. സച്ചിന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഇപ്പൊ ആരാധകരെല്ലാം വിഷ് ചെയ്യുകയാണ് സച്ചിന. എന്തായാലും കൊള്ളാം.
കളി തോറ്റില്ലല്ലോ, തോറ്റിൽ തന്നെ സമനില നേടി. എന്തായാലും ഞാനും തൃപ്തനാണ്, ആരാധകരും എല്ലാവരും തൃപ്തരാണ്. ഇത്രയും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ടീമിനെതിരെ സമനില നേടിയല്ല. റോണി വെച്ചു എന്ത് പറയണ് ഈ കളിയെ കുറിച്ച്? എന്ത് പറയണ് ഈ കളിയിലെ? ഈ കളി എല്ലാരും രാജിവെച്ച് പോണം. എന്താണ് വെച്ചു? രാജിവെച്ച് പോണം. ഞാൻ നിർത്തി. ബ്ലാസ്റ്റേഴ്സ് ഫാൻ ഞാൻ നിർത്തി. കോച്ചിന്റെ കാര്യമാണോ പറയണത്? നിർത്തി. ഈ ടീമിൽ നിന്ന് ഞാൻ പോണേണ്. ഇനി വരില്ല, കളി കാണാൻ വരില്ല. കളി കാണാൻ വരില്ല, ഉറപ്പാണ്. മെസ്സി റൊണാൾഡോ എന്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാ, എനിക്ക് ഇപ്പൊ 13ാമത്തെ സീസണാ. 13 അല്ല 11ാമത്തെ സീസണാ. പക്ഷെ ഒരു കപ്പ് പോലും എനിക്ക് ടെൻഷൻ ഉണ്ട്. ഇത്ര മഞ്ഞപ്പടകളുണ്ട്. അവര് ലോങ്ങിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് വണ്ടിക്കൂലിയും കഴിഞ്ഞെല്ലാം മഞ്ഞി. ബ്ലാസ്റ്റേഴ്സുകാര് പൈസ കൊടുക്കണ്ട. ഇല്ല, നമ്മ പണിയെടുക്കണ്, നമ്മ ടിക്കറ്റ് എടുക്കണ്. ഈ പൈസയൊക്കെ ഇങ്ങനെ അത്രോള്. ഞാന് ബ്ലാസ്റ്റേഴ്സ് വിടാൻ പോണയാ. എനിക്ക് എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് കപ്പടിക്കണം. ഇനി കപ്പടിക്കാൻ പറ്റില്ല. ഇനി അധികം ദിവസമില്ല ഫൈനലും ഇതുക്കാൻ. ഇനി കേറില്ല. ഇതെന്ത് കളിയാ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവാൻ മനോജിനെ കൊണ്ടുവന്ന ഇവിടെ കപ്പ് എടുക്കാം. ഉറപ്പായിട്ട് ഇവിടെ കപ്പ് എടുക്കാം. ഇതെന്ത് കളിയാ? വായെടുത്ത് തെറിയ വരുള്ളൂ. ഇവാൻ മനോജ് വരട്ടെ, എല്ലാം ശരിയാവും. ഓക്കെ, ബൈ.